നമസ്കാരം. എല്ലാവർക്കും ഷാബിഷിൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യം, വരാനുള്ള കാര്യം മുൻകൂട്ടി പറയുക എന്നുള്ളത് വലിയ റിസ്ക്കുള്ള കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. ചില കാര്യങ്ങൾ ഞങ്ങളുടെ മനഃശാസ്ത്ര വിദഗ്ധർക്ക് മനസ്സിലായ കാര്യം പറഞ്ഞില്ലെങ്കിൽ അതും ആപത്താണ്. അത് മറ്റൊന്നുമല്ല, ഏതാണ്ട് കേരളത്തിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF സാധ്യത കൂടി വരുന്നു. അത് മനസ്സിലാക്കിയ കോൺഗ്രസ്സിലെ ഒരു നേതാവ്, ഒരു ഉന്നത നേതാവ്, അദ്ദേഹത്തിന് ഇത്തവണ മുഖ്യമന്ത്രിയാക്കാൻ ചിലപ്പോൾ സാധിച്ചിരിക്കില്ല, മറ്റാരും ആകരുത് എന്ന് വിചാരിച്ച് അടുത്ത പ്രാവശ്യം കൊണ്ട് LDF ഭരിക്കുകയും ഇനി ഒരു 5 വർഷം കൊണ്ട് കഴിഞ്ഞാൽ അതോടുകൂടി LDF നിന്ന് UDF പോയി BJP മുന്നണി വരും. BJP മുന്നണി അന്ന് എനിക്ക് മുഖ്യമന്ത്രിയാകാം. അങ്ങനെ ചില ധാരണയിൽ എത്തിയിട്ടുള്ളതാണ്. ഞങ്ങളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പൊന്നും ഉണ്ടാകേണ്ട ആവശ്യമുണ്ടായില്ല. തന്നെയല്ല, UDF മുഖ്യമന്ത്രി ആകണമെങ്കിൽ ഈ രമേശ് ചെന്നിത്തല ഈ അടുത്ത കാലത്ത് അറിഞ്ഞോ അറിയാതെയോ വെള്ളാപ്പള്ളിയുടെയും മറ്റേ നേതാവ് NS നേതാവിൻ്റെയോ കയ്യിൽപ്പെട്ട് കളിപ്പാവ് പോലെയായി. പണ്ടും രമേശ് മണ്ഡലം കാണിച്ചിട്ടുണ്ട്. ആ താക്കോൽ സ്ഥാനം അല്ലെങ്കിൽ കീ പോയിൻ്റ് വേണമെന്ന് NSSൻ്റെ നേതാവിനെ കൂടി പറയിച്ചത്, അതിനേക്കാൾ വലിയ ഒരു വീഴ്ച രമേശ് വരാനുണ്ടായോ. അപ്പോൾ രമേശ് തികച്ചും ഒരു നായരുടെ ആളാണ്. നായരുടെ ആൾ മാത്രമല്ല, NSSൻ്റെ ആളാണ്. ഇപ്പം മുസ്ലിങ്ങളുണ്ട്, ലീഗിൻ്റെ ആൾക്കാരുണ്ട്, MESൻ്റെ ആൾക്കാരുണ്ട്. അതുപോലെയല്ല ഒരു മുസ്ലിം സമുദായത്തിൻ്റെ ആളുകളുണ്ട്. മുസ്ലിം സമുദായത്തിന് ആൾ വ്യത്യാസമാണ്. മുസ്ലിം സംഘടന ആൾ പോലെയില്ല. ഇതൊരു നായർ സമുദായത്തിൻ്റെ അല്ല, നായർ സംഘടനയുടെ ആളായിട്ട് വന്നത് ബലക്ഷയായി. അത് ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കി അന്ന് തിരുത്തിയെങ്കിലും വീണ്ടും അതിൽപ്പെട്ടിരിക്കണം. ഇനി നമ്മൾ കണക്കുകൾ ഉദ്ധരിച്ച് നോക്കാം. മിസ്റ്റർ രമേശ് നായർ, രമേശ്, നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ കരുണാകരൻ്റെ പെറ്റ് മകൻ എന്ന് പറയുമ്പോൾ കരുണാകരൻ്റെ പൊന്നോമന പുത്രൻ, എൻ്റെ 27ാമത്തെ വയസ്സിൽ MLA മന്ത്രിയൊക്കെ ആയ എല്ലാ സ്ഥാനമാനങ്ങളും മുഖ്യമന്ത്രി ചോദിച്ച ബാക്കി എല്ലാം ആയ ഒരാളാണ്. ആഭ്യന്തരമന്ത്രി ആളാണ്, KPC പ്രസിഡന്റ് അയാൾ, ദേശീയ ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, എന്തെല്ലാം ആ സ്ഥാനങ്ങളുണ്ടാക്കി, എത്ര കോടികൾ സമ്പാദിച്ചു, ഏതെല്ലാം പേരിൽ എവിടെയെല്ലാം പണമുണ്ട്. എന്നിട്ടും ഇപ്പം മുഖ്യമന്ത്രിക്ക് വേണ്ടി വില പേശുമ്പോൾ UDF നന്നാക്കാനല്ലാതെ ഞാൻ കണക്കുകൾ ഉദ്ധരിക്കാന്ന് പറഞ്ഞ് കേട്ടു. രമേശ് കണക്കറിയാലോ, വിദ്യാഭ്യാസമല്ലേ. കേരളത്തിൽ നായർ സമുദായം ആകെ 10% ഉള്ളൂ എന്ന് ലേറ്റസ്റ്റ് കണക്ക്. സംഘപരിവാരെല്ലാം കണക്ക് കൊടുത്തത്, അത് അവർക്ക് കണക്കെടുക്കാൻ സംവിധാനമുണ്ട്. 10% ഏതാണ്ട് 50%, അതായത് 5% BJP ചായ്വ് അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല. പണ്ടും അത് ഇപ്പോഴും, പണ്ട് രഹസ്യമായിട്ടുള്ള പരസ്യം, ഇപ്പോൾ കുറച്ച് പരസ്യമായിട്ട് വന്നു. ബാക്കി 5%, 2% UDF, 2% LDF പോകും. കേട്ടോ, 3% UDF, 2% LDF പോകുന്നു വയ്ക്കാം. 3% വോട്ട് കൊണ്ട് കേരളത്തിൽ ഒരാൾക്ക്, ഒരു മുന്നണിക്ക് മുഖ്യമന്ത്രി 22% ഇട്ടുകൊണ്ട് കേരളത്തിൽ. ഓക്കെ, അത് 4-1 വെച്ചോ. 4-1 ഈഴവരുള്ളിൽ 70 മുതൽ 80% വരെയും LDFിൽ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളാണ്. അത് മന്നത്ത് പറഞ്ഞത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ആവർത്തിക്കുന്നില്ല, അത് രമേശ് അറിയാം. ബാക്കി 20% ഉള്ളു പുറത്തുള്ളൂ. ഈ 20% ഏതാണ്ട് പകുതിയോളം BJPയിലേക്കും പകുതി UDFിനാണ് മാക്സിമം കിട്ടാൻ പോകുന്നത്. അതിൽ താഴെ വരും. അപ്പോൾ എത്ര ശതമാനം കിട്ടും? 10%. ഇവിടെ എത്ര കിട്ടും? 2% അല്ലെങ്കിൽ 3%. അപ്പോൾ ഈ 13% വോട്ട് കൊണ്ട് കേരളത്തിൽ UDF മുഖ്യമന്ത്രിയാവുമോ? ബാക്കി വോട്ട് കിടക്കുന്ന എവിടെയാണ്? ഇത് നിങ്ങൾ ചിന്തിക്കാത്തത്. ഈ സുധാകരനും സതീശ്വരും പിന്നെ ഗണേഷും ഒക്കെ ചിന്തിക്കാത്തതാണ്
കണക്കുകളല്ല ഉദ്ധരിക്കേണ്ടത്. ഊഹാപോഹമാണോ? NSS പിന്തുണ കൊടുത്ത ആൾക്കാർ ഒരു കാലത്തും ഇവിടെ ജയിച്ചിട്ടില്ല. പല പ്രാവശ്യത്തിൽ പരസ്യമായിട്ട് വന്നിട്ടുണ്ട്, ജയിപ്പിക്കണം അങ്ങോട്ട് ആളാന്ന് പറഞ്ഞു ട്രിവാൻഡ്രത്തൊക്കെ. അവർ വെള്ളാപ്പള്ളി നേരിട്ട് പിന്തുണ കൊടുത്ത ഒരാൾ ജയിച്ചിട്ടില്ല. വെള്ളാപ്പള്ളിയുടെ കയ്യിലല്ല ഈഴവ സമുദായം. വെള്ളാപ്പള്ളി അധികാരത്തിൽ വന്നതിന് ശേഷം SNDPയുടെ രംഗത്തിന് ശേഷം പണ്ട് വർക്കല ശിവഗിരി മഠത്തിലെ പല പരിപാടിക്കും ഞാൻ രാഷ്ട്രീയ ജനതാദളിൻ്റെ കേരളത്തിലെ ആദ്യത്തെ പ്രസിഡന്റ് നിലയിൽ എന്നെ ക്ഷണിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. അന്ന് വർക്കല ശിവഗിരി മഠത്തിൻ്റെ ചുറ്റും മഠത്തിനകത്ത് കയറിയാൽ ഒന്നും മുസ്ലിങ്ങൾക്ക് പേടിക്കണ്ട, ശാന്തമായതാണ്. ഇന്ന് വെള്ളാപ്പള്ളി വന്നതിന് ശേഷം സംഘപരിവാറിന് വന്നതിന് ശേഷം ഇപ്പോൾ വർക്കല ശിവക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പറമ്പിൽ കൂടി പോകുമ്പോഴും ഭയമാണ്. കാരണം എപ്പോൾ സംഘപരിവാർ വരുമെന്നറിയില്ല. അപ്പോൾ വെള്ളാപ്പള്ളി കൊണ്ട് രക്ഷയില്ല. പിന്നെ എങ്ങനെയുടെ ഒരു രമേശ് നിങ്ങൾ ഈ രണ്ടുപേരുടെ വാക്ക് കേട്ട് മുഖ്യനത്? അപ്പോൾ അതിനർത്ഥം വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായർക്കും ഒരു അജണ്ടയുണ്ട്. അത് രഹസ്യ അജണ്ടയോ ഒരു പരസ്യം. അത് സംഘപരിവാറിന് അനുകൂലമായി ചെയ്യുക എന്നുള്ളത്. ആ സംഘപരിവാർ അനുകൂലമായി ചെയ്യുകയാണെങ്കിൽ വെള്ളാപ്പള്ളിക്കും പിന്നെ സുകുമാരൻ നായരും എന്തെയുണ്ട്? UDF ഇത്തവണ വരാതിരിക്കണം. അടുത്ത പ്രാവശ്യം കൂടി LDF വന്നാൽ ആ കാര്യം കൊണ്ട് LDF നശിച്ചു പോകും. CPMൻ്റെ ഓഫീസിലേക്ക് ത്രിപുരയിൽ കണ്ടുപോലെ BJP ഓഫീസായി വിടും. അപ്പോൾ BJPയുടെ ഏകപക്ഷമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് നിങ്ങളെ ആക്കുകയും ചെയ്യാം എന്നുള്ള രീതിയിലാണ് ആ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പ്രവർത്തനം ഞാൻ പറഞ്ഞില്ല ആദ്യം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 10% ഒരു വിഭാഗത്തിന് മാത്രം മുഖ്യമന്ത്രി സ്ഥാനം റിസർവ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ ചെയ്യുന്ന വർക്കല ശിവഗിരി മഠത്തിലെ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉടുപ്പിട്ട് അമ്പലങ്ങളിൽ പ്രവേശിക്കണം. ഊരി പ്രവേശിക്കുന്നത് പൂണൂലുള്ളവർക്ക് മാത്രമാണ് അന്ന് പ്രവേശനം. അത് പൂണുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് എന്ന് ഇത് മുമ്പ് പലരും പറഞ്ഞിട്ട് ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി മിനിയാന്നൊന്നുകൂടി പറഞ്ഞു. ആ സച്ചിദാനന്ദ സ്വാമിയെക്കുറിച്ച് ഈ സുകുമാരൻ നായരും എന്താ പറഞ്ഞത്? വെള്ളാപ്പള്ളി നടേശൻ മോനെ, ഞാൻ മായാവതിയെ മോളെന്ന് വിളിച്ചോലെ, മോനെ മനസ്സിലാകുന്നതോ വല്ലതും ഇത്ര 90 വയസ്സായില്ലോ. നിങ്ങൾ ആരാടോ നിങ്ങളുടെ ശത്രു, മുഖ്യ ശത്രു? ആരോ നിങ്ങളുടെ മിത്രം? അത് മനസ്സിലാക്കാൻ ഇനിയും കഴിവില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തിന് 90 വർഷം ജീവിച്ചു? മായാവതികൾ പറഞ്ഞത് തന്നെയാണ് ഇപ്പം നിങ്ങളോട് പറഞ്ഞത്. എന്നാലും മായാവതികൾ പ്രത്യേകത അവർ പിന്നോക്ക ദളിത് ന്യൂനപക്ഷത്തിൻ്റെ ആളാണ്. എന്നാലും വെള്ളാപ്പള്ളികൾ പ്രത്യേകത പിന്നോക്ക ദളിത് ന്യൂനപക്ഷത്തിൻ്റെ ആളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പറയില്ല. അങ്ങനെ പറഞ്ഞപ്പോഴും നമ്മുടെ വർക്കലയുടെ കാര്യം ചുകിയുടെ കാര്യം പറഞ്ഞു. എന്നിട്ട് എങ്ങനെയാണ് പിന്നെ അധികാരത്തിൽ കയറുന്നത്, അധികാരത്തിൽ വരുന്നത്? ഇത് മനസ്സിലാക്കാതെ പിന്നെ കുറേ അധികം ഭൂരിപക്ഷം ആൾക്കാരുണ്ട്. അവരിലൊന്നും ഒന്നും പറയാതെ മുന്നോട്ട് പോയാൽ അത് എന്തുമാത്രം ശരിയാകും? 4-3-7 എന്നുള്ളത് ലോകത്ത് എവിടെ നല്ലത് ശരിയാണ്, ചന്ദ്രനിൽ ശരിയാണ്. ആ ഒരു ചിന്താഗതി പോലൊന്നും വെള്ളാപ്പള്ളിക്കോ അല്ലെങ്കിൽ സുകുമാരൻ നായർക്കുണ്ടോ? മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ അതിനർത്ഥം ഈ കാട്ടിക്കൂടിലൂടൊന്നും ഭരണം പിടിച്ചെടുത്താനുള്ള തന്ത്രമല്ല, പക്ഷേ ഒരു അടവ് മാത്രമാണ്. അടവുകൾ 18 അതുപോലെയാണ്. അല്ലെങ്കിൽ ഈ നിമിഷം ആദ്യമായിട്ട് ഞങ്ങൾ അവസാനം കോൺഗ്രസ്സായിട്ട് പറയുന്നത്, നിങ്ങൾ ആദ്യമായിട്ട് 71 സീറ്റ് സംഘടിപ്പിക്കൂ. അതിനുശേഷം മുഖ്യമന്ത്രി ആരാ തീരുമാനിക്കാം. അതല്ലേ ബുദ്ധിയുള്ളവർ ചെയ്യുന്നത്. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾ ഇലക്ഷൻ പോലും പ്രഖ്യാപിച്ചിട്ടില്ല, മുന്നോട്ട് പോകുന്നില്ല, അപ്പോഴേക്കും നിങ്ങൾ മുഖ്യമന്ത്രി ആണോ എന്ന് പറഞ്ഞാൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസ് ഭരണം പോകാം, കാലുമാറ്റി നടക്കും. ഇത്രയും കാലമായിട്ടും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന ഈ പടുവിഡ്ഢികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കോമരകൾക്ക് എന്താണ് ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, എന്താണ് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? കാരണം അധ്വാനിക്കാതെ ഗ്രൂപ്പ് ഉണ്ടാക്കി പങ്കിട്ടെടുത്തുള്ളൂ. അല്ല ഒരു യൂണിറ്റിനാകോ ഷർട്ട് ചുളിയോ ചെയ്തില്ല. അതാണ് പറ്റിയത്. അന്ന് കരുണാകരനും ആന്റണിയും ആ 2 ഗ്രൂപ്പിൽ നിന്ന് പങ്കിട്ട് അന്ന് വേറെ പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് അത്ര ഉണ്ടായില്ല. കേന്ദ്രത്തിലാണെങ്കിൽ BJP വന്നിട്ടില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ BJP ശക്തമാണ്, കോൺഗ്രസിൻ്റെ ക്ഷീണമാണ്. കേരളത്തിൽ അത് തന്നെയാണ് അവസ്ഥ. അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ?
അതല്ലെങ്കിൽ അതിനിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യ മഹാരാജ്യം പോകുന്നത്. കേരളവും തദൈവ. അപ്പോൾ കേരളത്തിലെങ്കിലും UDF നേടണമെന്ന് ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കൾക്കും കമ്മ്യൂണിസ്റ്റ് വിരോധം പറഞ്ഞ് കേരളത്തിൽ മുഖ്യമന്ത്രിയാകാം എന്നല്ലാതെ കേന്ദ്രത്തെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും കേന്ദ്രം പിടിച്ചെടുക്കുള്ള ചിന്തയില്ല. ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഞാൻ പല പ്രാവശ്യം എത്ര പറഞ്ഞിട്ട് ഇവർക്ക് ഉൾക്കൊള്ളുന്നില്ല, മനസ്സിലാക്കാൻ പറ്റില്ല. 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ വയനാട്ടിൽ വന്ന് മത്സരിച്ച് ജയിക്കാൻ നോക്കൂ, അവർ ജയമായ ആകും. ഇന്നൊരു കോൺഗ്രസ് സംസാരിച്ച് പറഞ്ഞു, പ്രിയങ്ക വന്നുകൂടി എന്താ നേട്ടം, ഹിന്ദി അറിയാം, പല ഭാഷ അറിയാം, ഷൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ ആളും പറഞ്ഞില്ല, കാരണം പുള്ളി അങ്ങനെ ഇരിക്കട്ടെ. ഞാൻ പ്രിയങ്ക കുറ്റം പറഞ്ഞില്ല. 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷ നേതാവായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ, ഇനി അതിനേക്കാൾ വലിയ നേതാവ് ഇന്ന് കോൺഗ്രസ് ആരുള്ളത്? അവർ കേവലം ഈ മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് എളുപ്പ വഴിയിൽ ചെയ്ത് പാർലമെന്റിലായി എത്തിയതിനെ കുറിച്ചുള്ള അതിൻ്റെ ദൂഷ്യവശം ഇതേവരെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ വീണ്ടും പറയുന്നു, അത് ബുദ്ധിപൂർവമാണ്. എങ്ങനെ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു MP ആയിട്ട് കയറിയാൽ മതിയെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇറ്റ്സ് വെരി ഗുഡ്, നല്ല ഭൂരിപക്ഷം ജയിക്കുക, ഈസി വാക്ക് ഓവർ, എളുപ്പവഴി ചെയ്യുക. പക്ഷേ ഒരു MP പാർലമെന്റിൽ പോയിട്ട് മതിയോ? 543 272 പേര് വേണ്ടേ? 272 കിട്ടിയാലും പോരാ, ഒരു 300 വേണം. 300 MP ഉണ്ടായാൽ മാത്രമേ ഭരണത്തിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്ത് എൻ്റെ നില ക്ലിയർ ആക്കിയിട്ട് കാര്യമുണ്ടോ? ബാക്കിയുള്ള ജയിപ്പിച്ചെടുക്കാൻ പറ്റുമോ? 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് മറ്റൊരു സീറ്റിൽ നിന്ന് ജയിച്ചെടുക്കാനുള്ള ധൈര്യമോ ശക്തിയോ ശേഷിയോ ഇല്ല എന്ന് ബോധ്യം വന്നുകൊണ്ടാണല്ലോ എളുപ്പമുള്ള ഈ സുധാകരനും മറ്റ് നേതാക്കളെ കൂടി അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലമാണ് ആദ്യം വയനാട്ടിൽ കൊണ്ട് നിർത്തിയത്. വയനാട്ടിൽ നിർത്തിയപ്പോഴേ രാഹുൽ ഗാന്ധി കൊണ്ട് നിർത്തിയപ്പോൾ ഉമ്മൻചാണ്ടി വാക്ക് പറഞ്ഞു, അദ്ദേഹം മരിച്ചുപോയി. അവിടെ സിദ്ദീഖിനാണ് സ്ഥാനാർത്ഥിയാക്കിയത്. സിദ്ദീഖിനെ സ്ഥാനാർത്ഥിയാക്കി ഇലക്ഷൻ മൂർദ്ധൻ്റെ ദശയിൽ വന്നപ്പോൾ 2019 ഇലക്ഷൻ 24 ഇലക്ഷനിൽ വന്നപ്പോൾ ആകെ ഒരു സീറ്റ് കൊടുത്ത്, മുസ്ലിം സീറ്റ് കൊടുത്ത് സിദ്ദീഖിനാണ് വയനാടായത്. അത് അവസരം രാഹുൽ ഗാന്ധി കൊടുത്തപ്പോൾ ഉമ്മൻചാണ്ടി വാക്ക് പറയും, സിദ്ദീഖിന് ബോധം വെളിവുണ്ടോ? ഉണ്ടെങ്കിൽ നോക്ക്. ഉമ്മൻചാണ്ടി പറഞ്ഞില്ല, അത് ഞങ്ങൾ 6 മാസം തീരുമാനിച്ചാണ് ഏത് രാഹുൽ ഗാന്ധിക്കാന്ന്. എൻ്റെ ചാണ്ടി സാറിനെ ജീവിച്ചിരിക്കുന്ന നേതാക്കളെ, അനുയായികളെ, അങ്ങനെ 6 മാസം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് 2 ആഴ്ച മുമ്പ് സിദ്ദീഖിനെ വയനാട്ടിലേക്ക് അലോട്ടിയത്? അപ്പം ഇതൊക്കെ ഉരുണ്ട് കളി തട്ടിപ്പോണ്, വഞ്ചനയാണ്. അത് മനസ്സിലാക്കാൻ കോൺഗ്രസ് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ ഇന്ത്യ രാജ്യം പിടിച്ചെടുക്കും? അതുപോലെ കേരളത്തിലെ UDF. അപ്പോൾ കേരളത്തിലെ നേതാക്കൾക്കൊന്നും കേന്ദ്രത്തിൽ ഭരണം വരുന്ന പ്രതീക്ഷയില്ല. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പരസ്യമായിട്ട് കുറ്റം പറഞ്ഞ് രഹസ്യമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, പറഞ്ഞ് കഴിയുമെങ്കിൽ മുഖ്യമന്ത്രി ആകണം, അല്ലെങ്കിൽ പോട്ടെ. അത് കറ്റൂല എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ നേതാവ് ശ്രമമാണ് ഇപ്പോൾ ഈ ഗ്രൂപ്പും ഈ തളിയും പറ്റും. ഇതിലെന്ത് പറ്റി? കോൺഗ്രസ് ഒന്നുകൂടി ശീലമാവും. 71 സീറ്റ് കിട്ടണ്ടേ? രമേശ് ഒരു പക്ഷേ എന്തൊക്കെ വന്നാലും പറഞ്ഞു ജയിക്കും, 10-15 വോട്ട് ജയിക്കും. അത് പറഞ്ഞല്ലോ, ഹരിപ്പാടിൽ രമേശ് നിൽക്കുമ്പോൾ 15 വോട്ട് ഭൂരിപക്ഷം, വേറെ ആൾ നിൽക്കുക 2000 വോട്ടുള്ളൂ, 10,000 വോട്ട് ആരും സംഘപരിവാറിനാണ്. അത് അവർ വ്യക്തിബന്ധം ആയിക്കോട്ടെ, കുറ്റമൊന്നുമില്ല. പക്ഷെ ഹരിപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്നല്ലോ മറ്റേ കോട്ടയത്തുള്ള ആള്, അദ്ദേഹം മാത്രം ജയിച്ചു വന്ന മതിയോ? 72 സീറ്റ് വേണം, 71 പേര് കൂടി ജയിക്കണ്ടേ, 70 പേര് കൂടി ജയിക്കണ്ടേ? 70 ജയിക്കുമ്പോൾ ഹരിപ്പാടിൽ സംഘപരിവായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നാൽ അത് ജനങ്ങളറിയും, പബ്ലിക് അറിയും. പ്രത്യേകം മലയാളികൾ അത്ര മോശമൊന്നുമില്ല, നമുക്കത് സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ തീവ്രവാദ സംഘടന ആണെങ്കിൽ പോലും ചിലപ്പോൾ ന്യൂനപക്ഷങ്ങളിൽ ആ സംഘടന ചിലർക്ക് താല്പര്യം ഉണ്ടാവും, ഇല്ലെന്നല്ല പരസ്യമായിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ സംഘപരിവാറിനോട് കോൺഗ്രസ് വന്നോട്ടെ, അത് വിഷയമല്ല. അത് പരസ്യമാക്കാൻ പാടില്ല മാത്രമല്ല ഇങ്ങനെ കണക്ക് പറയുകയും ചെയ്തത്. ഇത് ശിവകുമാർ ട്രിവാൻഡ്രത്ത് മത്സരിക്കുമ്പോൾ എന്താ ശിവകുമാരൊക്കെ പറഞ്ഞിരിക്കുന്നത്? കോർപ്പറേഷൻ നിങ്ങൾക്ക്, അസംബ്ലി ഞങ്ങൾക്ക്,
അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. കോർപ്പറേഷൻ അവിടെയെല്ലാം BJP ജയിക്കും, അസംബ്ലി ആകുമ്പോൾ ചുമ്മാ ജയിക്കും. ഇത്തവണ എന്തോ തോറ്റതിൻ്റെ ഓർമ്മയില്ല, ജയിച്ചോ എനിക്കറിയാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഏതായാലും അതുപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. കാരണം സംഘപരിവാറോ സംഘ അനുഭാവിയോ ഒരൊറ്റ വോട്ട് പോലും പുറത്തു കൊടുക്കാൻ പറ്റില്ല അവർക്ക്. കാരണം അവർക്ക് പരമാവധി വോട്ടിൻ്റെ കണക്കുണ്ടാക്കണം, അല്ലെങ്കിൽ അത് നാറ്റക്കേസാണ്. അത് പിന്നെ അടവ് നയം, ആ അടവ് നയം എന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞത് 25 സീറ്റിൽ അല്ലെങ്കിൽ 10-20 സീറ്റിൽ അപ്രസക്തമായ LDF കിട്ടാത്ത ജയിക്കാൻ സാധ്യതയുള്ള സീറ്റ് BJP കൊടുക്കുക, അവിടെ ഒരു ന്യൂട്രൽ നിൽക്കുക, ബാക്കി 120 സീറ്റിലും പിന്തുണ കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ 10-80 സീറ്റ് കിട്ടി LDF അധികാരത്തിൽ വരും. BJP ചിലപ്പോൾ 4-5-10 സീറ്റ് കിട്ടിയിരിക്കും. അങ്ങനെ ഈ 2026-2030 ആകുമ്പോഴേക്കും ആ സാധനം തീരും. പിന്നെ തിരുവരെ പോലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസും BJPയുടെ ബോർഡ് വെച്ച് മുന്നോട്ട് പോകും. കാരണം ജീവനേക്കാൾ കൂടി വരെ ഉണ്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ത്രിപുരയിൽ എങ്ങനെയാണ് നിർവൻ ചക്രവർത്തിക്ക് എന്തായിരുന്നു മോശം? ഇത്ര താത്വികനായ, ഇത്ര ആദർശശീലനായ ഒരാളുണ്ടായിട്ടോ. എന്നിട്ട് പോലും അതേ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയപ്പോൾ ഒരു ചെറിയ പെട്ടി, ഒരു അരപ്പെട്ടി പോലെ ഉണ്ടായത്, അതിനകത്തുള്ള സാധനമുള്ളൂ. അത് അതേ ബുക്കുകളാണ്, വേറെ ഒന്നും സമ്പാദിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. എന്നിട്ട് പോലും ത്രിപുര പിടിച്ചു നിൽക്കാൻ പറ്റില്ലാതെ ത്രിപുര കിടക്കുമല്ലേ BJP കൊണ്ടില്ലേ. പിന്നെ കേരളത്തിലെ കാര്യം പറയണോ? ഈ അധികാരമോഹി, ഈ പിണറായി വിജയനൊക്കെ അധികാരമോഹി മാത്രമല്ല, എന്തൊരു സ്വാർത്ഥ താല്പര്യവും പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ആശയമായിട്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ കോൺഗ്രസ് അതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ അത് അപകടത്തിൻ്റെ ലക്ഷണമാണ്, അപകടത്തിൻ്റെ സൂചനയാണ്. ഞാൻ വീണ്ടും പറഞ്ഞത് 540 സീറ്റുണ്ടായി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക്. ഈ വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ നോക്കിയ കോൺഗ്രസിന് അതിബുദ്ധിയുണ്ടല്ലോ, അതാണ് കോൺഗ്രസിനെ വീണ്ടും ആഴത്തിലേക്ക് തള്ളുന്നത്. അതാണ് മഹാരാഷ്ട്രയിൽ അത്ര വോട്ട് പറയാൻ കാരണം. അന്ന് അർമാദിക്കായിരുന്നു. കുഞ്ഞാക്കയുടെ ഭാര്യ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന് കെട്ടിപ്പിടുത്താൻ നമുക്ക് അവരെല്ലാം പരസ്യം കൂടെ ഞങ്ങൾക്കറിയാം. കാരണം എന്തറിയാം, സംഘപരിവാറിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ജയിക്കാൻ നോക്കുന്നത്, അതൊക്കെ ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. വെറുതെ പറയുന്നല്ല, പരമാവധി ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഗ്രൂപ്പ് ചർച്ച ചെയ്തും എങ്ങനെയാണ് സംഘപരിവാർ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ മറ്റ് അസംബ്ലിയിലേക്ക് എത്തുന്നത് വളരെ രഹസ്യമായിട്ട് പരസ്യമായിട്ട് സ്റ്റഡി ചെയ്ത് കിട്ടി റിപ്പോർട്ടായി പറഞ്ഞത്. അത് ഞങ്ങൾക്ക് ഗ്യാങ് ഉണ്ട്, ഞങ്ങൾ ഗ്രൂപ്പുണ്ട്, എല്ലാ നിലക്കും പരിചയസമ്പന്നരായ ഗ്രൂപ്പുണ്ട്. അവർ പറയാണ്, അവർ ഒരു പേജിന്, ഇത് നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒരു പേജിന് ഒരാൾ വെച്ചിരിക്കുകയാണ്. അവർ സഹായിക്കാൻ 12 പേര് വേറെ, അവർ 13 ആൾ. ഒരു വോട്ടേഴ്സിൽ ഒരു പേജ് എത്ര ഉണ്ടാവും? കൂടി എന്നാൽ 250 പേരുണ്ടാവും. 250 പേർക്ക് 13 ആൾ ഗ്രൂപ്പ് ആകുമ്പോൾ പിന്നെ അവർക്ക് അനങ്ങി അറിയാൻ പറ്റില്ലേ? പക്ഷെ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി കോൺഗ്രസിന് ആൾക്കൂട്ടമല്ലാതെ വോട്ടേഴ്സ് വെച്ച് പേര് എത്തുണ്ടാക്കുന്നത് ഏതെങ്കിലും യുഗത്തിലുണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും കൊല്ലത്തിലുണ്ടായിട്ടോ? കോൺഗ്രസിലായിട്ടുണ്ടോ? കോൺഗ്രസ് ഇന്ദിര മുതൽ നെഹ്റു മുതൽ ആൾക്കൂട്ടമാണ്. അങ്ങനെ ആൾക്കൂട്ടം വോട്ട് ചെയ്ത് ജയിച്ചൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് പ്രതിപക്ഷം ശക്തമല്ലായിരുന്നു, അസംഘടിതരായിരുന്നു. ഇന്ന് പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ BJP ശക്തമായി മാത്രം ഇത് ഭരണപക്ഷമായി, കോൺഗ്രസ് നേരെ പ്രതിപക്ഷമായി. ആ പ്രതിപക്ഷത്തിന് ചെയ്യേണ്ട ഒരു കാര്യങ്ങളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ പ്രിയങ്ക ഗാന്ധിയോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്യുന്നില്ല. അവർക്ക് അറിയില്ല ചെയ്യാനായിട്ട്. അതിങ്ങനെയല്ല ചെയ്യുകയാണെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തെ കാണിച്ച് നിങ്ങൾ വയനാട് മത്സരിച്ചാൽ മതി. അതിൽ ഈ കൊച്ചു പാകിസ്ഥാനാണെന്നും പിന്നെ തീവ്രവാദികൾ വോട്ട് കിട്ടിയാണ് ജയിച്ചതൊക്കെ അവർക്ക് പറയാൻ അവസരം കൊടുത്തതല്ലേ. വാസ്തവത്തിൽ വയനാട്ടിൽ തീവ്രവാദ സംഘടനക്ക് ആ ഒരു 10,000 വോട്ട് പോലും ഇല്ല. അതാണ് സത്യം. ഇതെല്ലാവർക്കും അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ആ 10,000 വോട്ട് പോലും വയനാട്ടിൽ തീവ്രവാദ സംഘടന, മുസ്ലിം തീവ്രവാദ സംഘടനയ്ക്ക് ഇല്ലെങ്കിൽ ഈ 4 ലക്ഷത്തിൽ പേരെ വോട്ട് ജയിച്ചത് എവിടുന്ന വോട്ട് കിട്ടിയത്? അതെല്ലാം മറച്ചു വച്ച് തീവ്രവാദികൾ വോട്ട് കിട്ടി മിനി പാകിസ്ഥാനായി അല്ലെങ്കിൽ കൊച്ചു പാകിസ്ഥാനായി എന്നൊക്കെ പറയാനുള്ള അവസരം കൊടുത്തത് വയനാട്ടിൽ നിന്ന് മത്സരമാണ്. അങ്ങനെ അവർക്ക് മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കായിരുന്നു. തിരുവനന്തപുരം മുസ്ലിം ഭൂരിപക്ഷ മേഖലയല്ല. ഇടുക്കിയിൽ നിൽക്കാമായിരുന്നു, വേണ്ട എറണാകുളത്ത് നിൽക്കാമായിരുന്നു, അത് തൃശ്ശൂർ നിൽക്കാമായിരുന്നു. ഈ വയനാട്ടിൽ തന്നെ നിർത്തിയത് ബുദ്ധിയുള്ളവർ BJPക്ക് വളർച്ചയ്ക്ക് വേണ്ടി കോൺഗ്രസ് തകർക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തൊരു ആശയമാണ്. അത് ചിലവർക്ക് അത് മനസ്സിലാവില്ല, മനസ്സിലാക്കി അനുഭവത്തിൽ മനസ്സിലാവുള്ളൂ. ഈ മനഃശാസ്ത്രജ്ഞനുണ്ട്, ദൈവമുണ്ട്, സാധാരണ മനുഷ്യനുണ്ട്. എന്താണ് ഒരു വ്യത്യാസം? ഞാൻ ലളിതമായിട്ട് പറഞ്ഞുതരാം. സാധാരണ മനുഷ്യൻ പറയുന്നത്, ഓ അപ്പോൾ മൊയ്തീൻ ഷാ അങ്ങനെയാണ് ചിന്തിച്ചത് എന്ന് പറയും. ചിന്ത കഴിഞ്ഞ ശേഷം അറിയുള്ളൂ.
അല്ലെങ്കിൽ മനഃശാസ്ത്രമാണെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും. ദൈവമാണെങ്കിലോ മൊയ്തീൻ ഷെയ്ഖ് ഇന്ന കാര്യമാണ് ചിന്തിക്കുള്ളൂ, അല്ലെ ഇന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അറിയാം എന്ത് കാര്യമാണ്. അതാണ് വ്യത്യാസം. നിങ്ങൾക്ക് ഒരിക്കലും പറഞ്ഞ് മനസ്സിലാക്കി തരാം, ചിലർക്ക് മനസ്സിലാക്കില്ല. ദൈവം എന്ന് വെച്ചാൽ എന്താണ്? മൊയ്തീൻ ഷെയ്ഖ് എന്ത് കാര്യം ചിന്തിക്കുന്നത് എന്നല്ല, ചിന്തിക്കാൻ പോകുന്നതറിയാം, മുൻകൂട്ടി അറിയാം. മനഃശാസ്ത്രമാണെങ്കിൽ മൊയ്തീൻ ഷാ ഇന്ന കാര്യമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാൻ പറ്റും. സാധാരണ മനുഷ്യർ അപ്പോൾ അതാണ് മൊയ്തീൻ ഷാ ചിന്തിച്ചല്ലേ, പരിപാടി കഴിഞ്ഞിട്ട് അറിയുള്ളൂ. അതാണ് വ്യത്യാസം. അതോട് ഞാൻ പറയുന്നത്, കോൺഗ്രസിൻ്റെ ചിന്ത അത് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ അവരോട് എന്ത് പറയാനാണ്? എങ്ങനെ ഭരണം പിടിച്ചെടുക്കുന്ന? സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ മൊയ്തീൻ ഷാ ഞാൻ പറഞ്ഞാൽ അത് വലിയ അപകടമാണ്. അവർ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ എന്താണ് സനാതനധർമ്മം എന്ന് ഹിന്ദുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാം, എന്നിട്ട് ഞാൻ പരിപാടി നിന്ന് നിർത്താം. തുല്യത എന്ന് പറഞ്ഞ് ഈ സനാതന ധർമ്മത്തിൽ ഇല്ല. ഇന്നൊരു മഹാൻ ചോദിച്ചു, അത് ആ മഹാൻ ഇന്ന് ചോദിച്ചാലും ഏതാണ്ട് 2020 21 ചോദിച്ചു. 2021 ഞാൻ ഈ രാഷ്ട്രീയ ജനതാദളിൻ്റെ കേരളത്തിൽ ആദ്യ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വർക്കല ശിവഗിരി മഠത്തിൽ ഒരു യോഗത്തിൽ എന്നെ ക്ഷണിച്ച് ഞാൻ പോയി. അത് CH മുഹമ്മദ് സാഹിബൊക്കെയാണ് അതുപോലെ യോഗം പണ്ട് പോയിട്ടുള്ളൂ. അന്ന് മുസ്ലിമായിട്ട് എന്നെ വിളിച്ച്. ലാലുവിൻ്റെ പാർട്ടി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അതും ഷാർദന എന്നൊരു ഓഫീസറാണ് അവിടെ ഇൻചാർജ്, അവിടെ ഇതൊക്കെ സെക്രട്ടറി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചറിയോ, മറ്റു കാര്യങ്ങൾ പറയാൻ എല്ലാ മഹാന്മാരുണ്ട്. ഞാൻ പറഞ്ഞത്, ഞങ്ങളോട് ചില അമുസ്ലിം സുഹൃത്തുക്കൾ ചോദിക്കും, എന്താണ് മൊയ്തീൻ ഷാ നിങ്ങളിൽ സാമൂഹ്യ പരിഷ്കർത്താവില്ലാത്തത്? ഞങ്ങൾക്ക് അയ്യങ്കാളുണ്ട്, കുമാരനാശാനുണ്ട്, പിന്നെ ഗുരുദേവനുണ്ട്, മന്നത്തുജിയുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. നിങ്ങൾ അങ്ങനെ ആളില്ലല്ലോ. ന്യായമായ ചോദ്യമല്ലേ? അത് ഉത്തരം ഞാൻ കൊടുത്ത് ശിവഗിരി മഠത്തിൽ വെച്ചാൽ. എന്താണ് ഉത്തരം കൊടുത്തത്? അധ്വാനിക്കുന്നതിന് വിയർപ്പ് കണങ്ങൾ വറ്റുന്നതിന് മുമ്പ്, പറ്റിപ്പോകുന്നതിന് മുമ്പായിട്ട് കൂലി കൊടുക്കും എന്ന് പറഞ്ഞ ആള് ലോകത്തിൽ ആദ്യമായിട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കാൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടല്ലോ എന്ന് പറഞ്ഞത് അദ്ദേഹമാണ് ലോകത്ത്. നിങ്ങളുടെ അയൽവക്കം എന്തുകൊണ്ട് കിഴക്കോട്ട് 40 വീട്, വടക്കോട്ട് 40 വീട്, തെക്കോട്ട് 40 വീട്, പടിഞ്ഞാറ് 40 വീട്, 4 പേരെ 160 വീട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 160 വീട് പട്ടിണി കിടക്കണം നിങ്ങൾ അന്വേഷിക്കണം. അതുകൊണ്ട് ഇല്ലെങ്കിൽ പട്ടിണിയാണെങ്കിൽ അവർക്ക് സഹായിക്കണം. ഇത്ര മോസ്റ്റ് മോഡേണായ ഒരു ചിന്താഗതി, ഒരു തത്വസംഹിത, ഒരു ഫിലോസഫി ഉണ്ടാക്കിയ ആള് ലോകത്ത് ആദ്യമായിട്ട് പ്രവാചകനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാൽമാസിക്കുന്നു. അവർ തന്നെ അധ്വാനിക്കൊരു കൂലി കൊടുക്കണം. അത് ഇന്നാകും, നാളെയാകും, മറ്റന്നാളാകും. അതിനോട് ഊമിക്കാൻ പറ്റുമോ? അധ്വാനിക്കുന്ന വിയർപ്പ് കണങ്ങൾ വറ്റുന്നതിന് മുമ്പായിട്ട് പറ്റുണ്ട്, വറ്റുണ്ട്, വറ്റുവരെ പറ്റുവരെ പറ്റുന്നതിന് മുമ്പായിട്ട് കൂലി കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു ലോകത്ത് ആദ്യത്തെ ആളാണ് പ്രവാചകൻ മുഹമ്മദ് നബി. അതാണ് സാമൂഹ്യ പരിഷ്കർത്താവ്. അപ്പം അങ്ങനെ അദ്ദേഹം തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പുതിയൊരു സാമൂഹ്യ പരിഷ്കർത്താവിന് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സദസ്സിൽ ആയിരക്കണക്കിന് ആൾക്കാർ സദസ്സ് കൈയടിച്ച്. പാവം മൊയ്തീൻ ഷായുടെ 3 മിനിറ്റ് പ്രസംഗം. ഞാൻ കൂടുതൽ പ്രസംഗിക്കാൻ വലിയ വലിയ ആൾക്കാരിപ്പോൾ ഞാനെന്ത് പ്രസംഗിക്കാറ്? ഗുരുദേവനെ കുറിച്ച് എന്നെക്കാൾ പഠിച്ച എത്ര ആൾക്കാർ 3 മിനിറ്റ് കൊടുത്ത് കയ്യടിയായി കിട്ടി. അതാണ് നമുക്ക് പരിഷ്കാരം. അത് ഇന്നലെ ഇപ്പോൾ ഒരാൾ ചോദിച്ചു, യഥാർത്ഥ നിങ്ങൾക്ക് പരിഷ്കാരമില്ലത്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ എന്ത് കാര്യം വന്നാലും, ഇപ്പോൾ സനാതനത്തെ കാര്യം പറഞ്ഞാലും, ഉടുപ്പ് ഊരി അമ്പലത്തിൽ കാര്യം പറഞ്ഞാലും ഉടനെ ഇരുന്ന് നിങ്ങൾക്ക് മുസ്ലിങ്ങളോട് പറയാൻ പറ്റുമോ, ഖുർആൻ വിമർശിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഇത് എന്തുവന്നാലും മുസ്ലിം ഖുർആൻ എന്ത് ബന്ധം? ഇനി പിണറായി സഖാവ് ഇങ്ങനെ പറഞ്ഞല്ലോ, സച്ചിദാനന്ദ സ്വാമിയുടെ വാക്കിന് പിന്തുണച്ചുകൊണ്ട് പിണറായി സഖാവ് മുഖ്യമന്ത്രിയാണ്. ആ നിലക്ക് അദ്ദേഹം ഒരു നിർദ്ദേശം വെച്ചു. തീരുമാനമാണ് നിയമമാണ്, അതില്ല. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറയും. അത് തെറ്റാണോ? അപ്പോൾ അതേക്കുറിച്ച് കുറ്റം പറഞ്ഞു. ഇത് മുഖ്യമന്ത്രി എന്ന് പറയാൻ എന്താ അവകാശം? മുഖ്യമന്ത്രി ഒരു നിയമം ഉണ്ടാക്കിയതാണെങ്കിൽ ഓക്കെ, നമുക്ക് ചോദ്യം ചെയ്യാം, എല്ലാവരും കൂട്ടി ചോദിക്കും. ഇത് അതേക്കുറിച്ച് ചെയ്യാമെന്ന്. അപ്പോൾ ഒരു മഹാൻ പറഞ്ഞു, നിങ്ങൾ മുസ്ലിങ്ങളെ ഇങ്ങനെ പറയുമോ? നമ്മുടെ ആരാണ് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഇയാളെ മുരളീധരൻ, എൻ്റെ മുരളീധരൻ ജിക്കൊക്കെ ഇപ്പം നായരായി ജനിക്കാത്തതിലാണ് സങ്കടം. സുരേഷ് ഗോപിക്ക് ബ്രാഹ്മണായി ജനിക്കാത്ത സങ്കടം.
നിങ്ങൾ അവർക്കൊക്കെ റാമൂളി പാദസ്യം വളർത്തി കിട്ടാതെ വാങ്ങിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഗുരുദേവനൊക്കെ വിറ്റ് കാശാക്കരുത്. ഇദ്ദേഹം പറഞ്ഞു ബോഡി വേസ്റ്റ്, അത് പ്രവാചകന്റെ മുടിയാണെന്ന് പറഞ്ഞ് അത് കഴുകി ആ വെള്ളം വിറ്റ് കാശുണ്ടാക്കിയ ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ സംഘടനയോട് അതിനെതിരെ പരസ്യമായിട്ട് പിണറായി സഖാവ് പറഞ്ഞു അത് ബോഡി വേസ്റ്റാണ്, അത് ശരിയല്ലാന്ന്. ഇനി അതിൽ കൂടെ എന്ത് വിമർശനമാണ് മുരളീധരൻ ചെയ്യേണ്ടത്? മറ്റ് നികൃഷ്ട ജീവി എന്ന് അച്ഛന്മാരിലെ ഒരു വലിയ അച്ഛനെ കുറിച്ച് അത് വിമർശിക്കുന്നുണ്ട് അദ്ദേഹം. പല പോരായിക്കട്ടെ, അത് വേറെ കാര്യം. പക്ഷെ ഇക്കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് ഒരു തെറ്റുമില്ല. ഒരഭിപ്രായം പറഞ്ഞു, അത് തെറ്റുതാൻ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ സനാതന ധർമ്മത്തിന് വേണ്ടി വാദിക്കുന്ന മുരളീധര, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ പിന്നോക്കലാണ് ജനിച്ചത്. നിങ്ങൾക്ക് റോഡ് നടക്കാൻ അവകാശം കിട്ടി എന്നാണ്? ഗുരുവായൂർ അമ്പലത്തിൽ സദ്യ ഊണ് ഊട്ടുപുരയിൽ ദളിതുകൾക്ക് പ്രവേശനം ഉണ്ടായില്ല. എൻ്റെ നേതാവായിരുന്ന കല്ലട സുകുമാരൻ ആണ് അതിനു വേണ്ടി അത് സമരം ചെയ്തത്. അന്നാണ് കല്ലട സുകുമാരൻ 2 ഊണ് കഴിച്ചു കരുണാകരൻ്റെ പരാതി പറഞ്ഞത്. അപ്പോൾ കല്ലറ സുകുമാരൻ ദാനം നടത്തി ഇവിടെ കല്ലറയിൽ നിന്ന് ഒരാഴ്ച നമ്മുടെ വെളി, അതൊന്നും വെളിക്കറിയില്ലേ? BJP ആയ ശേഷം എല്ലാം മറന്നുപോയോ? ഇത് അധികം കാലമൊന്നുമല്ല, 70-80 കാലഘട്ടത്തിലാണ്. മനസ്സിലായോ? വേണ്ട വൈക്കം ക്ഷേത്രത്തിൻ്റെ മുൻപിൽ കൂടി ഒരു വഴിയുണ്ട്, ടാർ ചെയ്ത റോഡ്. ആ ടാർ ചെയ്ത റോഡിനകത്തോട് അവിടുത്തെ ഒരു ഈഴവൻ ഒരു കാറ് വാങ്ങിയിട്ട്, ഈഴവതിൽ പോരാൻ പറ്റില്ല, അതിന് ഡ്രൈവറായ നായർ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് ആ റോഡ് വന്ന് ഇപ്പുറത്ത് കടന്ന് ഇയാൾ പാളത്തൂടി നടന്നു വന്ന് കയറിയത്. ഇതൊക്കെ മറന്നോ മുരളീധര? മറന്നോ പിന്നെ സുരേന്ദ്രജി? നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് ശേഷവും നിങ്ങൾക്ക് മുൻപും ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാകും. അവർ കഷ്ടത അനുഭവിച്ചുകൊണ്ട് അതിന് പകരം മാറി വന്നാണ്. അത് വീണ്ടും അതുപോലെ ആക്കാൻ നിങ്ങൾ ശ്രമിക്കില്ലേ? നിങ്ങൾക്കാരും ഒരു മന്ത്രിയായി കിട്ടും ചിലപ്പോൾ, അല്ലെങ്കിൽ MP MLA ആകും, അത് കിട്ടും. അതുകൊണ്ട് ഈ സമുദായത്തിൽ നിങ്ങൾ വിറ്റ് കാശാക്കല്ലേ? വരും തലമുറയ്ക്ക് റോഡ് നടക്കണ്ടേ, ജോലി ചെയ്യണ്ടേ, അധ്വാനിക്കണ്ടേ, വിദ്യ അഭ്യസിക്കണ്ടേ? ഉണ്ടോ? അതൊക്കെ മനസ്സിലാക്കുന്നത് അന്ധമായി നിങ്ങൾ സംഘപരിവാറിനെ അന്ധമായിട്ട് എതിർക്കണം ഞാൻ പറയുന്നില്ല, ഞങ്ങളും അറിയില്ല. പ്രശ്നാധിഷ്ഠ പാർട്ടി ഞങ്ങൾ പോകും. അന്ധമായ സംഘവിരോധം നമുക്കില്ല, ഞങ്ങൾക്കില്ല. പ്രശ്നാധിഷ്ഠത്തിൽ പ്രശ്നം നോക്കിയിട്ട് നല്ലതാണ്, നല്ലത് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ മോഡിജിയുടെ 5 ലക്ഷം രൂപയുടെ പദ്ധതിയുണ്ട് 7 വയസ്സ് കഴിഞ്ഞവർക്ക്, അതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കാര്യമുള്ളൂ. അങ്ങനെ സപ്പോർട്ട് ചെയ്യാം. അത് മോഡിജി ആയതുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ഞങ്ങൾക്കില്ല. പ്രശ്നാധിഷ്ഠിതമാണ്. അപ്പോൾ മുരളീധർജി, സുരേന്ദ്രജി, നിങ്ങൾക്ക് കഴിഞ്ഞകാല സംഭവങ്ങൾ ഓർക്കണം. അധികം കാലമൊന്നും ആയിട്ടില്ല, 10-50 വർഷമുള്ളൂ. അന്ന് നായർ സുഹൃത്ത് ചോദിച്ചല്ലേ, നായന്മാർക്ക് അച്ഛൻ്റെ പേര് വന്നുകൊണ്ട് ഒന്നുമില്ല. നായർ നേതാവ് പറഞ്ഞതല്ല, മുസ്ലിം നേതാവല്ല. 10-50-60 വർഷമുള്ളൂ. അതൊരു അച്ഛൻ്റെ പേരിലല്ല അറിയപ്പെടുന്നത്, അമ്മയുടെ പേരിലായിരുന്നു. അതൊക്കെ ഒരു പരിഹാരത്തിന് ഈ മന്നത്ത് പത്മാവജിയൊക്കെ ഇടപെട്ടാണ് അതിൽ മാറ്റം വന്നത്. പക്ഷെ ആ മന്നത്ത് പത്മാവജി ഒരു കാര്യം പറഞ്ഞു, ശങ്കർ മുഖ്യമന്ത്രി ആയപ്പോഴേ ഈഴവൻ മുഖ്യമന്ത്രി ആയെന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞാണ്. പിന്നെ ഒരു പുലയൻ മന്ത്രി ആയപ്പോഴേ പുലയൻ മന്ത്രിയായ രാജ്യത്ത് ഞാൻ താമസിക്കാതെ പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് ആരും പുണ്യവാളനാകണ്ട, പക്ഷേ എന്ന് ചോദിച്ചാൽ അന്തമായിട്ട് എതിർക്കാൻ വേണ്ട. ഈ വശങ്ങളെല്ലാം നോക്കി മുന്നോട്ട് പോകണമെന്നും, മറിച്ച് കോൺഗ്രസ്സിന് ഇത്തവണയെങ്കിലും കേരള സാഹചര്യം ഉണ്ടാക്കിയാലേ അത് വലിയ ക്ഷീണം ചെയ്യുമെന്നും സർവോപരി ഒരു കാര്യം പറഞ്ഞ് നിർത്തിയേക്കാം. ഒന്ന്, സ്റ്റേഡിയത്തിൽ സംഭവം. ഒരു യുവ സിനിമാ നടൻ, ആ സിനിമാ നടൻ്റെ അളിയൻ കേരളം ഭരിക്കുന്ന കക്ഷിയിലെ ഉന്നത ഭാരവാഹിയാണ്. അവരൊക്കെ സപ്പോർട്ട് ചെയ്താണ്. ഇപ്പം അതിൻ്റെ പ്രധാന കക്ഷി എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് ഇന്നലെ കൊണ്ട് അമേരിക്ക പോവുകയും ചെയ്തു. ഇതൊക്കെ തേഞ്ഞു മാഞ്ഞു. ഇത്രയും പരസ്യമായ അനീതിയും അഴിമതി നടന്നിട്ട് നമ്മുടെ പോലീസോ നമ്മുടെ ഭരണകൂടമോ ഒന്നും ഇടപെട്ടില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്തോ വെള്ളം ഒഴിത്തതിന് ശേഷം അണ കെട്ടുമ്പോൾ എന്തോ കഴിഞ്ഞ ശേഷം ഇപ്പോൾ എന്തോ കേസ് എടുക്കുന്നുണ്ട്. അതൊക്കെ തേഞ്ഞ് മഞ്ഞൊക്കെ പോകും. ഇപ്പോൾ ഭരണകക്ഷിയുടെ ഉന്നത അളിയനാണ് ഇതിൽ കളിച്ചെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാനാണ്? അതും പിണറായി സഖാവിൻ്റെ ഭരണകാലത്ത് അതൊന്നും ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് തന്നെ ഞങ്ങളുടെ വിശ്വാസം. പക്ഷേ കോൺഗ്രസ്സായിട്ട് പറയാനുള്ളത്, നിങ്ങൾ അന്ധമായ തട്ടിപ്പും തന്ത്രമൊക്കെ മാറ്റി മാന്യമായിട്ട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി പഠിച്ച് എങ്ങനെ 71 സീറ്റ് നേടാമെന്ന് ചിന്തിച്ച് ആ 71 സീറ്റ് കിട്ടിയതിന് ശേഷം മുഖ്യം താരം തീരുമാനിക്കുക എന്ന് പറഞ്ഞു ഞാൻ നിർത്താൻ ചെയ്യേണ്ടത്.